വളർന്ന് പല്ലൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു മീൻ. അതിൻ്റെ ഇപ്പുറത്താട്ടെ വേറൊരു മീനിൻ്റെ അകത്ത് വേറൊരു മീനാണോ അതോ ഈ മീൻ്റെ അണ്ണാക്ക് ഇങ്ങനെയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കൂട്ടൊരു മോന്ത. ഈ ഒരു വലിയ ചക്കയ്ക്ക് 13 പൗണ്ടാണ് ഗൈസ്. ഫുള്ള് ഫുഡിൻ്റെ വടുക്ക് നിന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഷെഫാണ്ടെ നല്ല കൊഞ്ചിൻ്റെ കറി ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം വായിന്നൊക്കെ വെള്ളം വേന്നുണ്ട്. അപ്പോൾ വലിയ കണ്ണും തലയും വായൊക്കെ ഉള്ള മീൻ വരെ ഇവിടെ ഇരിപ്പുണ്ട്. വെറൈറ്റീസ് ഓഫ് എന്നെ ഒരു ചേട്ടൻ പേടിപ്പിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് ഇടയ്ക്ക്. ഇതിനകത്താണ്ടെ ഞണ്ടിനിട്ട് വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇതിനകത്തോട്ട് കിടന്ന് അനങ്ങുന്നുണ്ട് ഗൈസ്. കോഴി, ചിക്കൻ, പന്നി, പോത്ത്, കേക്കുകൾ, ക്യാരറ്റ് കേക്കൊക്കെയാണ് ഇരിക്കുന്നത്. ഹോട്ട് സാൽമണിൻ്റെ ആണ്ട് ബർഗർ ഉണ്ടാക്കുന്നുണ്ട് ലൈവായിട്ട്. ഇതുകൊണ്ട് നല്ല യമണ്ട ബർഗറുകളൊക്കെ ഇരിപ്പുണ്ട്. ഇരുന്ന് കണ്ടോ അവിടെ ആൾക്കാർ അത്രയും പേര് ഇരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതോടെ എന്താണെന്നായിരിക്കുമല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. സ്ലോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർക്കാണിത്. അപ്പോൾ ഗൈസ് ഞാനിന്ന് ഒരു ഉച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ലണ്ടനിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ഭയങ്കര ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. നമുക്ക് അവിടെ ഫുൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ പോയേക്കാം. ഭയങ്കര ആൾക്കാരും തിരക്കും ഒക്കെയാണ്. കാരണം എല്ലാവരും ഇതുപോലെ എന്നെ പോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇന്ന് എവിടെയാണ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ബോറോ മാർക്കറ്റിലാണ്. അപ്പോൾ ബോറോ മാർക്കറ്റ് ലണ്ടനിലെ വൺ ഓഫ് ദ ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ബിഗ്ഗസ്റ്റ് ആണ്. ഇവിടെ ഒത്തിരി ഫുഡും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്താ തട്ടിമുട്ടി നമ്മൾ ഒരു വിധമാണ് കയറിപ്പോകുന്നത്. പക്ഷെ ഇതിൻ്റെ എങ്ങോട്ട് കയറണം എന്ന് അറിയത്തില്ല. കാരണം ഇത് കണ്ടോ എല്ലാ സൈഡിലും സ്റ്റോൾസും കാര്യങ്ങളുമാണ്. ഇത് കണ്ടോ ഇതിൻ്റെ താഴെ എല്ലാവരും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കുവാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ ഓരോ എൻട്രൻസിലോട്ട് നമുക്കങ്ങ് കയറിപ്പോവാം. എന്നിട്ട് നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നമുക്കൊരു സൈഡ് പിടിച്ചങ്ങ് തുടങ്ങാം. ഗൈസ് ഇവിടെ കണ്ടോ ഇത് സൗത്ത് ഇന്ത്യൻ ആൻഡ് ഏഷ്യൻ ഗ്രോസറീസ് ഒക്കെയാണ്. അതായത് നമ്മുടെ സാധനങ്ങളാണ്. കരിമ്പാണ് ഇരിക്കുന്നത്. ഇവിടെ കരിമ്പിന് 6 പൗണ്ടാണ് കരിമ്പ് വരുന്നത്. പിന്നെ അത്യാവശ്യം എന്താണ് ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെയാണ് കാണാവുന്നത്. ഇവിടെ എല്ലാം കരിമ്പുണ്ട്. പിന്നെ വേണ്ട ഇത് ചക്കപ്പഴവും ചക്കയൊക്കെ ഇരിക്കുന്നുണ്ട്. ഗൈസ് ഈ ഒരു 6 ചക്കച്ചുളയ്ക്ക് 9 പൗണ്ടാണ് കാണിക്കുന്നത്. ഇതിന് 6 പോരാ. ഈ ഒരു വലിയ ചക്കയ്ക്ക് 13 പൗണ്ടാണ് ഗൈസ്. അത് മാത്രമല്ല ഇവിടെ ഫുള്ള് ഇതാണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, ഇഞ്ചി, നമുക്ക് വേണ്ട പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇതുണ്ട് എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട്. ഗൈസ് തേങ്ങ കയറിയപ്പോൾ തന്നെ എന്താണേലും നമുക്ക് പരിചയമുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ദാണ്ട് ഇവിടെ ഇത് ഡെക്കറേഷനായിട്ട് കൊട്ട വട്ടി സാധനങ്ങളൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട്. ചേട്ടാ നമ്മുടെ ചിരട്ടയുടെ തവിയും നമ്മുടെ മറ്റേ ചെറിയ അമ്മിക്കല്ലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഫുള്ള് ഫുഡ് കാര്യങ്ങളൊക്കെയാണത്. ഇവിടെ എന്തൊക്കെയോ നല്ല നല്ല സോസേജസ് ഒക്കെ ഇരിപ്പുണ്ട്. സോസേജാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണണ്ടേ നമ്മുടെ ഇവിടെ ഫുള്ള് ചായയുടെ സെറ്റപ്പൊക്കെയാണ്. ഇതുണ്ട് നമ്മുടെ നാട്ടിലെ മറ്റേ മൂന്നാറിലെ സെറ്റപ്പിലൊക്കെ തോന്നുന്നു. മറ്റേ നുള്ളി എടുക്കുന്ന ഇലയിൽ നിന്നും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൽ നിന്നാണ് ഇത് കണ്ടോ പലതരം ചായപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫുള്ള് ഫുഡിൻ്റെ വടുക്ക് നിന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. അത്രയും ഫുഡും കാര്യങ്ങളുമാണ്. എന്തെടുക്കണം, ഏതെടുക്കണം, എന്ത് കഴിക്കണം എന്ന് പോലും അറിയത്തില്ല. ഇവിടെ ഫുള്ള് വേണ്ട പേസ്ട്രീസും എല്ലാ ആൽമണ്ടിൻ്റെയും പലതരം ഫ്ലേവറായിട്ടുള്ള പേസ്ട്രീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ വലിയ റൊട്ടിയും ബ്രെഡൊക്കെയാണ് ഈ കാണുന്നത്. സോറി ഇതിൻ്റെ ഫ്രോട്ട് കുറച്ച് ആൾക്കാരുണ്ട്. വലിയ ബ്രെഡും റൊട്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരപ്പുണ്ട്. ഇത് ഫുൾ അങ്ങനത്തെയാണ്. എല്ലാം പല ഫ്ലേവർ ഉള്ളതാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ സറൗണ്ടിങ്സ് ഫുള്ള് ബേക്കറി ഐറ്റംസും കേക്ക്സും ബ്രെഡും പിന്നെ ചീസ് കൊണ്ടുള്ള ഐറ്റംസും അങ്ങനെ നമുക്ക് ഈ പേസ്ട്രീസ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം പറ്റിയതാണ് ഈ ഒരു മിഡിൽ ഏരിയ വരുന്ന കാര്യങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. ഇവിടെ പിന്നെ ഒലിവ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഷോപ്പുണ്ട്.
പല വെറൈറ്റീസ് ഓഫ് ഒലിവ്സാണ് ഇത് നിരന്നിരിക്കുന്നത്. നമ്മൾ പറയുന്നതനുസരിച്ച് അവർ എടുത്തെടുത്തെടുത്ത് തരും. നല്ല കൊഞ്ച് ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാം ഷെഫാണ്ടെ നല്ല നല്ല എല്ലാം നല്ല എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ആണ്ടെ കൊഞ്ചിൻ്റെ കറി ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതെ കൊഞ്ച് ഗൈസ് നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വായിന്നൊക്കെ വെള്ളം വേന്നുണ്ട്. പ്ലേറ്റിലോട്ടാണ്ടെ ഇതിൻ്റെ മുട്ടയും ഇവർ റൈസൊക്കെ ഇട്ടിട്ട് വേണ്ടി ഇവരെന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മീൻ മാർക്കറ്റാണ്. ഇതെല്ലാം പലതരം കണ്ടോ. വലിയ ഞണ്ടും കൊഞ്ചും വലിയ കണ്ണും തലയും വായൊക്കെയുള്ള മീൻ വരെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ മാർക്കറ്റിൽ കാണുന്നതിലും ഭയങ്കര വലിയതൊക്കെ ആയിട്ടുള്ളത് കണ്ടോ. നല്ല വൈൽഡ് മഡഗാസ്കർ ടൈഗർ പ്രോൺസ് ഒക്കെയാണ് ഇരിക്കുന്നത്. അത് ഒത്തിരി വെറൈറ്റീസ് ഓഫ് എന്നെ ഒരു ചേട്ടൻ പേടിപ്പിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് ഇടയ്ക്ക്. ഗൈസ് ഇവിടെ ആണ്ട് ഒരു അക്വേറിയം പോലത്തെ ഇതിനകത്താണ്ട് ഞണ്ടിനിട്ട് വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇതിനകത്തോട്ട് കിടന്ന് അനങ്ങുന്നുണ്ട് ഗൈസ്. മാത്രമല്ല ഇതിൻ്റെ മുകളിലെല്ലാം നമുക്ക് കാണാം പലതരം വലിയ വലിയ ഞണ്ടുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വലിയ വലിയ ഞണ്ടുകൾ ഇങ്ങനെ അക്വേറിയത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കോഴി, ചിക്കൻ, പന്നി, പോത്ത് എല്ലാം ഇറച്ചി ഇതിൻ്റെ ഫുൾ വിഭവങ്ങളുണ്ട്. പല പീസായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തതും സ്റ്റീക്കായിട്ടും അതിൻ്റെ നല്ല ഫ്രൈ ചെയ്ത് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല കബാബ് ഫുഡുകളും എല്ലാം ഉണ്ട്. ഒത്തിരി തിരക്കാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ വേറൊരു സൈഡിലോട്ട് പോവുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഫുഡും കാര്യങ്ങളും സ്റ്റോളും മാത്രമേ ഉള്ളൂ. എങ്ങോട്ട് തിരിഞ്ഞാലും തട്ടുമുട്ടുമാണ് കിട്ടുന്നത്. ഇത് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ ഇത് ഗ്രീൻ മാർക്കറ്റ് ആണ് അവിടെ എഴുതിയിരുന്നത്. ഇവിടെ വീണ്ടും കണ്ടോ ബ്രെഡും കാര്യങ്ങളും എല്ലാം ആണ് ഇതിൻ്റെ ചുറ്റിന് വെച്ചിരിക്കുന്നത്. പല പേസ്ട്രീസും കേക്കുകളും ക്യാരറ്റ് കേക്കൊക്കെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഇവിടെ അതെ ഫുൾ ഓഫ് കേക്ക്സും കാര്യങ്ങളുമാണ്. അങ്ങനത്തെ ഒത്തിരി ഷോപ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ വേണ്ടേ ഹോട്ട് സാൽമണിൻ്റെ ആണ്ട് ബർഗർ ഉണ്ടാക്കുന്നുണ്ട് ലൈവായിട്ട്. ഇത് വേണ്ട ഓർഡർ അനുസരിച്ച് അയാൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മീനൊക്കെ അടുക്കി വയ്ക്കുന്നതാണ്. ഇവിടെ ഒത്തിരി വേറെ വെറൈറ്റീസ് ഓഫ് ബർഗർ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ഭയങ്കര ആൾക്കാരുടെ ഇടയ്ക്കേക്കിടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അങ്ങ് അറ്റത്തോട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണേലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോയി നമുക്കറിയാം എങ്ങോട്ടാണ് നമ്മൾ പോയി എത്തുന്നത് എന്നുള്ളത്. ഇതുകൊണ്ട് നല്ല യമണ്ട ബർഗറുകളൊക്കെ ഇരിപ്പുണ്ട്. ബർഗറിൻ്റെ താഴെ കണ്ട് ഇതിനുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോവുകയാണ്. അതാണ് ഫ്രഷ് ആയിട്ടുള്ള നല്ല മോക്ടെയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കിങ്ങനെ ഇരുന്ന് കഴിക്കാനും അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. ഫുള്ള് കണ്ടോ പുറകിലെല്ലാം ഇരുന്ന ആൾക്കാർ ഇങ്ങനെ ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കാനുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഭയങ്കര തിരക്കായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കത്തില്ല. അതുകൊണ്ട് എന്താണെങ്കിലും ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ മഷ്റൂമിൻ്റെ എന്തോ ഫുഡാണ്. ഇത് കണ്ടോ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ കൂട്ടിലിങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ മഷ്റൂം ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാം. ലണ്ടൻ്റെ ഏറ്റവും ഹൈപ്പായിട്ടുള്ള മറ്റേ സ്ട്രോബെറി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നതാണ്. നല്ല തിരക്കാണ്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾ ഒരു വട്ടം കാണിച്ചു തരാം. അത് കറക്റ്റ് ചോക്ലേറ്റ് അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഒറിജിനൽ നല്ല സൺഫ്ലവർ ആണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടു ഇവിടെ ഫുള്ള് കണ്ടോ നല്ല അടിപൊളി സൺഫ്ലവർ ഉണ്ട്. കറക്റ്റ് എന്നെ ഒന്ന് കാണിക്കുന്നത് കണ്ടോ. സൺഫ്ലവർ നല്ല ചുറ്റിനുമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് സൺഫ്ലവർ. പിന്നെ നമ്മളിപ്പോൾ വേണ്ട ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഉള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങളെല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഇവിടെ തക്കാളി, ഉരുളക്കിഴങ്ങ്, സവോള, ക്യാരറ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. മാത്രമല്ല ചീപ്പായിട്ടാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഇഞ്ചിയൊക്കെ കണ്ടോ നല്ല മുഴുത്ത ഇഞ്ചി, നല്ല കിവിയും അവക്കാഡോയും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ സ്ട്രോബെറി ഒക്കെ കണ്ടോ ഭയങ്കര ഫ്രഷായിട്ടാണ് സ്ട്രോബെറി ഒക്കെ ഇരിക്കുന്നത്. ഓരോന്നും നല്ല ഫ്രഷായിട്ട് കണ്ടാൽ തന്നെ നമുക്ക് കടിച്ചെടുത്ത് തിന്നാൻ തോന്നും. അത്രയ്ക്ക് ഫ്രഷായിട്ടാണ് ഓരോ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറി എല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൊണ്ടാട്ട മുളകൊക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ ചുവന്നുള്ളി, കുഞ്ഞുള്ളി, വെളുത്തുള്ളി എല്ലാ ഉള്ളികളും ഉണ്ട്. ഇവിടെ കണ്ടോ ലാവൻഡറിൻ്റെ പൂക്കളൊക്കെ കാണാം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഇവരിത് ഇവിടെ എല്ലാം വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പല മറ്റേ സ്മെല്ലൊക്കെ കിട്ടുന്ന അടിപൊളി സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കി തരും. കസ്റ്റാർഡാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ തരും.
ഗൈസ് ഇവിടെ ജാപ്പനീസ് ഫുഡുണ്ട്, ഓരോ ടൈപ്പ്, അതായത് ഇറ്റാലിയൻ ഫുഡ്, ജാപ്പനീസ് ഇത് കണ്ടോ, ട്രഡീഷണൽ ഗുജറാത്തി ഫുഡ് വരെയുണ്ട്. ഗൈസ് ഈ ഒരു തിരക്ക് നിങ്ങൾ കണ്ടോ, ദ ബ്ലാക്ക് പിഗ് എന്ന് പറഞ്ഞ കടയിൽ കയറാനാണ് ഇവിടെ ഇത്ര ആൾക്കാർ നിൽക്കുന്നത്. മാത്രമല്ല അവിടെ ഇരുന്ന് കണ്ടോ, അവിടെ ആൾക്കാർ അത്രയും പേര് ഇരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതവിടെ എന്താണെന്നായിരിക്കുമല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇവിടെ പോർക്ക്, സ്ലോ കുക്ക് ചെയ്യുന്ന പോർക്കിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോർക്ക് സ്ലോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോ കുക്ക് ചെയ്തതിന് ശേഷം ഇവർ കണ്ടോ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ നമുക്ക് തരും, ഗ്രില്ല് ചെയ്ത്. സ്ലോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർക്കാണിത്. അതിനാ ഒരു ഫില്ലിങ്ങിലോട്ട് അങ്ങനെ ഇടും. ഗൈസ് അപ്പോൾ ഞാൻ ഹംബിൾ ആൻഡ് ക്രംബിളിൽ നിന്ന് ഒരു കസ്റ്റാർഡിൻ്റെ ഐറ്റം എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ഞാനത് ഇങ്ങനെ ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്യുന്നത്. എന്തെങ്കിലും ടോപ്പിങ്സ് ഒക്കെ നമുക്ക് വേണമെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. പോകും. ഭയങ്കര വെയിലാണ്. ഞാനപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിൽക്കുവാണിത്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഇവരിവിടെ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത്. നമുക്കപ്പോൾ ഇത് കിട്ടുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. നല്ല ഫ്രഷ് കസ്റ്റാർഡ് ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിനകത്തോട്ടാണ് അവർ നല്ല ഇതൊക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഇതെടുത്ത് ഇങ്ങനെ വരും. ഇതിനകത്തോട്ട് നമുക്ക് വേണ്ട ടോപ്പിങ്സ് ഒക്കെ അതുകൊണ്ട് അതിൻ്റെ ഇവിടെ ഇപ്പുറത്താണ് ഇരിക്കുന്നത്. ഹോസ്പിറ്റൽസും ആൽമണ്ട്സും കാര്യങ്ങളൊക്കെ അതെല്ലാം എന്നിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനലി സാധനം കിട്ടുന്നത്. ഗൈസ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്. എന്തോ വലിയൊരു ഗോപുരമൊക്കെ പോലെ ഇരിപ്പുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. ഭയങ്കര മെൽറ്റിയാണ്, കുറച്ച് തണുപ്പുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഇറക്കി വിടാൻ പാടുണ്ടായിരുന്നു. പക്ഷെ നല്ല കസ്റ്റേർഡാണ് കേട്ടോ. ഇത്രയും മെൽറ്റി ആയിട്ടുള്ളൊരു കസ്റ്റേർഡ് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഈ നട്ടൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളി, സൂപ്പർ. 4 പൗണ്ടിന് നല്ല വർത്തായിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ. പിന്നെ ഒരു മീൻ മാർക്കറ്റ് കണ്ടു. അതിനകത്താണ്ടേ വളർന്ന് പല്ലൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു മീൻ. അതിൻ്റെ ഇപ്പുറത്താട്ടെ വേറൊരു മീനിൻ്റെ അകത്ത് വേറൊരു മീനാണോ അതോ ഈ മീനിൻ്റെ അണ്ണാക്ക് എങ്ങനെയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കൂട്ടൊരു മോന്ത. അയ്യോ, അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാ, കണ്ണൊക്കെ കണ്ടോ, കണ്ണ് വരെ ക്ലിയറായിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ മറ്റേ കസ്റ്റേർഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നു. സത്യം പറയാൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ വയറ് നിറഞ്ഞു. ഞാനങ്ങനെ ഒത്തിരി കഴിക്കുന്ന ഒരാളല്ല, എൻ്റെ പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്യാമെന്ന് ഓർത്തപ്പോഴത്തേന് എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫുഡ് കാര്യങ്ങളൊക്കെ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, അതായത് ബൊറോ മാർക്കറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാ പാർട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് വന്ന് ഫുഡെല്ലാം ട്രൈ ചെയ്യാം. സാധനങ്ങൾ മേടിക്കാം, പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല കൂടുതൽ വീഡിയോസ് ഉടനെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരേക്കും ടേക്ക് കെയർ, ബൈ.